അപ്പൊ ഞാനല്ലേ ചോറ് കൊടുക്കുന്ന എന്തിനെത്ര മനുഷ്യന്മാരായാലേ കുറച്ചൊക്കെ ഒരു മര്യാദ വേണം. എന്താ ഞാൻ എന്താ കാട്ടിയെന്താ? എന്തായാലും ആ ചോറ് കൊടുക്കുന്ന ഞമ്മക്ക് വലിയ പണിയൊന്നുമില്ല. എനിക്ക് കൂടുതൽ നിൽക്കാൻ വയ്യാത്തോണ്ട് ഈ പറയും നീ പറയും അല്ല വേറെ ഒന്നുമല്ല. അപ്പൊ ഞാനല്ലേ ഞാനല്ലി എന്ത് ഞാനല്ലി ആ ചോറ് കൊടുക്കല്ല ഞാനത് ആ ചോറ് കൊടുക്കളയാ ഞാൻ പറ്റായിക്കോളാം. നീ ചോറിട്ടക്കള. ഞാനേ കുറച്ച് കനം കൂടുന്നാലേ കുറച്ചുള്ളപ്പോ കുറച്ച് കനം വേണം. ആഴ്ചയ്ക്ക് 3 എൽദോയ്ക്ക് 3 ചേട്ടായിക്ക് നിങ്ങൾക്ക് 3 എനിക്ക് 2 മതി. ബാക്കിയുള്ളത് നാളെ ഫ്രിഡ്ജിൽ വെക്കുന്നു. നാളെ 2 നാളെ ഇല്ല പിന്നെ മറ്റന്നാൾ ഉണ്ടല്ലോ തിങ്കളാഴ്ച പോരെ. നീ പറയണ മാതിരി കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ അത് തന്നെ എന്റെ സ്വഭാവം എന്താ എന്നെ അറിയാത്തോണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നടക്കുന്നുണ്ട് പക്ഷെ അത് കാര്യമൊക്കെ ചെയ്യും. എന്റെ സ്വഭാവം വേറെ. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പാട്ട് അവിടെ വേണ്ടേ ഇട്ടിട്ട് പോവാന് എന്താ ഞാനേ ചോറാ തിന്നുന്നത് പറഞ്ഞില്ലേ? മലയാളം പറഞ്ഞിരുന്നോ? പോയി കിടക്കാൻ ആരാ പറഞ്ഞേ? ഞാൻ എത്ര നേരം പറഞ്ഞ ഞാൻ കിടന്നില്ലെന്നല്ല, ഞാൻ ഇപ്പൊ അതവിടെ ഉരുട്ടിക്കൊണ്ടിരിക്കല്ലോ. ആ 2 വിറക് എടുത്തോണ്ടെത്താ. മര്യാദക്ക് ഉണ്ടായി കാരണം നോളത്തിനാണ് മാറ്റില്ല. ഇതെന്ത് കാണിക്കുന്നത്? ഇത് നീ ഇന്നായിട്ട് നീ ഇതൊന്നും ചെയ്യാതൊന്ന് പോവോ? കനത്തിന് കന കുറയ്ക്കണേ. ഞാൻ ഉരുട്ടിക്കോളാം. ഇത് ഇങ്ങനെ ചെയ്യുന്നതിനാ വെറുതെ? എനിക്ക് ഇതാണ് ആവശ്യം. എനിക്ക് ഇങ്ങനെ പരത്താനായിരുന്നു ആഗ്രഹം. എന്റെ കാലം കൊണ്ട് നിക്കാൻ വയ്യ. അതല്ല ഞാൻ പരത്തിക്കൊണ്ടിരിക്കുമ്പോ പരത്തി ആര് പരത്തി? ചേട്ടാ എന്നിട്ട് എന്ത് കാണിക്കാനാ? ഓണാക്കി വെക്കാതെയോ? എന്താ നേരം നമ്മൾ ചെയ്യാനോ നോള നമ്മളും നല്ലതല്ല. എന്നാലും ഇങ്ങനത്തെ ഒരു തല സ്വഭാവം കൊള്ളും. ഒരു ജാതി ഒച്ച സ്വഭാവം എന്ത് മടുപ്പിച്ചു ഇങ്ങോട്ട് വാങ്ങുന്നു. നിൽക്കാൻ വയ്യാത്തോളം ചെയ്തുതരാന്ന് നിൽക്കാൻ വയ്യാത്തോളം ചെയ്തത് പറയും. ഇതൊന്നും നോളാണ് ടി വി ആണ് പനക്കത്ത് കൊടുക്കൊണ്ടുപോയാണ് കാണുന്ന മൊബൈലിനെ കാണുന്നതേ അല്ലാതെ ടി വിയിലൊന്നല്ല നോക്കുന്നത്. ഉണ്ടായിരുന്ന നാട്ടുകാർ ഇതെന്താ ആക്രമിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആദ്യം നമ്മൾ ഓടിച്ചുവിട്ടു. വീണ്ടും ചെയ്യടാന്ന് പറഞ്ഞു. ഭാര്യനെ സഹായിക്കുക എന്നുള്ളത് പുരുഷന്മാരുടെ ഒരു കടമയാണെന്നാണ് അത് ഇപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു എനിക്കങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. കാരണം നമ്മൾ ചെയ്യുന്നതിനൊരു റിട്ടേൺ ഒരു ഇതുണ്ട്. ചില സമയത്തൊരു ഓളം തള്ളി വരിക എന്തായാലും പെട്ടുപോയിട്ടൊരു അത് ഓവറോ അങ്ങനെയാണ് സംഭവം. എന്നാൽ ഞാൻ വീണ്ടും എന്താ പരത്തുക ഒത്തിരി പോയി കിടന്നു ഒത്തിരി സുഖമില്ലാവും. സത്യത്തിൽ അവർക്ക് സുഖമല്ലേ? ഇതൊക്കെ അതിൻ്റെ ചുറ്റും കിടക്കണം. തീട്ടം മതി. ഞാനാണെങ്കിൽ ഇവർ എന്നെ തേറി പറയും. അപ്പം എൻ്റെ കയറ്റ പിടിച്ചൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതാണ് ഈ സ്വഭാവം. ഇത് എടുത്തില്ല. ഞാൻ വണ്ടി വിളിച്ചില്ലേ? എപ്പോഴാ കൊണ്ടുവന്നത്?
ഇന്ന് പഠിത്തമില്ലാത്ത ദിവസമല്ലേ? ഇന്ന് പഠിത്തമില്ലാത്ത ദിവസമല്ലേ അമ്മേ? നിങ്ങളെപ്പം തിരിച്ചു വരുന്നതോ? ആ ശരി. എന്നായിക്കോട്ടെ ചേട്ടേ. 12 മണിക്കോട്ടെ. എന്താ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടായി ബാക്കി എടുത്ത് വെച്ചാ ഞാൻ പോട്ടെ കേട്ടോ. പോയിക്കോട്ടെ. ഇവിടെ വെച്ചേ